ഹലോ ഫ്രണ്ട്സ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ, അതായത് കൈനമാറ്റിക്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ലെക്ചറാണ് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ചും അതുപോലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് വ്യത്യസ്ത ഗ്രാഫ്സ് ഉപയോഗിച്ചിട്ട് ആദ്യം ഡിറൈവ് ചെയ്തിട്ട് നമുക്ക് അതിലെ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. പിന്നീട് നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലേക്ക് പോവാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. റെഡി? അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണുള്ളത്. ഇതല്ലാത്ത മറ്റു ഇക്വേഷൻസും ഉണ്ട്, ഇതിന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ പരിചയപ്പെട്ട ഈ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ പരിചയപ്പെടാം, അതൊന്ന് റിവൈസ് ചെയ്യാം. അതിന് ശേഷം നമുക്കതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം അല്ലേ. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് v = u + at ആണ് അല്ലേ. v = u + at. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, അതുപോലെ u ഇനീഷ്യൽ വെലോസിറ്റി ആണ്, a എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പിന്നെ t എന്ന് പറയുന്നത് ടൈമാണ്. രണ്ടാമത്തേത് s = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷനാണ്. s ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, t ടൈം, a ആക്സിലറേഷൻ ആണ് ഈ ഇക്വേഷനിലുള്ള ടേംസ്. അതുപോലെ മൂന്നാമത്തേത് v² = u² + 2as അല്ലേ. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ v ഫൈനൽ വെലോസിറ്റി, u ഇനീഷ്യൽ വെലോസിറ്റി, a കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ, അതുപോലെ s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് s = ut + ½ at² എന്ന് പറയുന്ന ആ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും, ഡിസ്റ്റൻസ് അല്ല. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ഡെറിവേഷൻ കാണാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാക്സിമം തിയറി ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ടോപ്പിക്ക് തറവാക്കാൻ. എന്തായാലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും, ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ അല്ലേ. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? v = u + at എന്നുള്ള ഇക്വേഷൻ. ഫൈനൽ വെലോസിറ്റി = ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്നുള്ള ഈ ഒരു ഇക്വേഷൻ. ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. റെഡി? ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫും അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫും ഒക്കെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഞാനിപ്പോൾ ഇവിടെ ടൈം എക്സ് ആക്സിസിലും അതുപോലെ വെലോസിറ്റി വൈ ആക്സിസിലും എടുത്തിട്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതിൻ്റെ ഗ്രാഫാണ് അല്ലേ. ഇവിടെ u അതുപോലെ v ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് v എന്ന് പറയുന്നത്, ഇതാണ് u ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തെ ഞാൻ വേറൊരു കളറിൽ വരക്കാം. അതായത് ഇതിനെ നമുക്ക് എന്ത് പറയാം? v - u എന്ന് പറയാം അല്ലേ. v - u, അതായത് ഇതാണ് v, നമ്മുടെ v, ഇതാണ് u അല്ലേ. അപ്പം v - u എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. അതുപോലെ ഈ ഗ്രാഫ് നമുക്ക് തന്നിട്ടുള്ളത് t എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിലാണ്. ഓക്കെ, t എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിലാണ്. ഞാൻ ഒറിജിനെ o ആയിട്ട് എടുത്താൽ OC എന്ന് പറയുന്ന ഒരു പാർട്ടാണ് എന്ത്? t എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് = tan θ ആണ് അല്ലേ. സ്ലോപ്പ് = tan θ, സ്ലോപ്പ് = tan θ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഇതാണ് തീറ്റ എങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് tan θ അല്ലേ. അപ്പോൾ v - u ഡിവൈഡഡ് ബൈ t എന്ന് കിട്ടും അല്ലേ. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ആക്സിലറേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് a = സ്ലോപ്പ് = v - u ഡിവൈഡഡ് ബൈ t അല്ലേ. ഇവിടെ നമുക്ക് at = v - u എന്ന് കിട്ടും. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ v = u +
AT എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ആക്സിലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കറിയാം എസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ അല്ലേ. ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാത്തത്. എസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇവിടെ നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റ് നമുക്കറിയാം, ഇതും വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ളത് ടൈമാണ്, അതുപോലെ വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തരുന്നു എന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ ഈ ഒരു ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയനാണ് അല്ലേ. ഈ ഒരു റീജിയനാണ് നമുക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയൻ്റെ ഏരിയ നമുക്കറിയാം ട്രപ്പീഷ്യത്തിൻ്റെ ഏരിയ ആണ് അല്ലേ. ട്രപ്പീഷ്യത്തിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? ഏരിയ വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പാരലൽ സൈഡ്സിൻ്റെ സമ്മ് അല്ലേ. പാരലൽ സൈഡ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, ഇവിടെ പാരലൽ സൈഡ് എന്ന് പറയുന്നത് ഒന്ന് OA ആണ്. OA എന്ന് പറയുന്നത് U ആണ്. അതുപോലെ ഇവിടെ BC ആണ് വേറൊന്ന്. BC എന്ന് പറയുന്നത് V ആണ് അല്ലേ. അപ്പോൾ U പ്ലസ് V എന്ന് കിട്ടും. U പ്ലസ് V ഇൻറ്റു ഇവർ തമ്മിലുള്ള, അതായത് പാരലൽ സൈഡ്സ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ, അതെത്രയാണ് ഇവിടെ? T ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു U പ്ലസ് V ഇൻറ്റു T എന്ന് കിട്ടും. ട്രപ്പീഷ്യത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പാരലൽ സൈഡ് എന്ന് പറയുന്നത് OA എന്ന് പറയുന്നത്, OA ആണ് ഒരു സൈഡ് അല്ലേ. ട്രപ്പീഷ്യത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് OA ആണ്, അത് U ആണ് അല്ലേ, U ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് BC ആണ്. BC എന്ന് പറയുന്നത് V ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു U പ്ലസ് V ഇൻറ്റു T എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഈ വിക്ക് പകരം U പ്ലസ് V എന്നുള്ള ടേമിലെ വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ നമുക്ക് കിട്ടിയ V ഈക്വൽ ടു U പ്ലസ് AT എന്ന് കിട്ടി അല്ലേ. ആ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു എന്താ കിട്ടുക? ഹാഫ് ഇൻറ്റു U പ്ലസ് വിക്ക് പകരം നമ്മൾ U പ്ലസ് AT എന്ന് കൊടുക്കുകയാണ്. U പ്ലസ് AT ഇൻറ്റു T എന്ന് കിട്ടും. റെഡിയാണല്ലോ. ഓക്കെ, അതിന് നമ്മൾ ചെയ്താൽ ഹാഫ് ഇൻറ്റു 2U പ്ലസ് AT ഇൻറ്റു T എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഹാഫ് ഇൻറ്റു 2U ഇൻറ്റു T, 2 കട്ടായി പോവും, UT കിട്ടും അല്ലേ. UT പ്ലസ് ഹാഫ് ഇൻറ്റു AT ഇൻറ്റു T, ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഹാഫ് AT സ്ക്വയർ. അതായത് ഏരിയ എസ് ഈക്വൽ ടു, ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. സെയിം ഗ്രാഫ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എക്സ് ആക്സിസിൽ നമ്മൾ ടൈം എടുത്തു, അതുപോലെ വെലോസിറ്റി നമ്മൾ വൈ ആക്സിസിൽ എടുത്തു. ഓക്കെ, വെലോസിറ്റി എടുത്തു. ഇവിടെയും എന്താണ്? ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ട്രപ്പീഷ്യം, ഏരിയ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഹാഫ് ഇൻറ്റു U പ്ലസ് V. അതായത് ഈ ഒരു ഏരിയ OA എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്, OA എന്ന് പറയുന്ന സൈഡാണ് പാരലൽ സൈഡ്സിലെ ഫസ്റ്റ് സൈഡ്. സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന സൈഡാണ് അല്ലേ. അപ്പോൾ OAനെ നമുക്ക് U എന്ന് എഴുതാം, അതുപോലെ BC നമുക്ക് V എന്ന് എഴുതാം. U പ്ലസ് V ഇൻറ്റു T. റെഡിയാണല്ലോ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഹാഫ് ഇൻറ്റു U പ്ലസ് V ഇൻറ്റു ഈ Tക്ക് പകരം നമുക്ക് നേരത്തെ V ഈക്വൽ ടു U പ്ലസ് AT എന്നാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ടീനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്കിവിടെ V മൈനസ് U ഈക്വൽ ടു AT എന്ന് എഴുതാം, അതുപോലെ T ഈക്വൽ ടു V മൈനസ് U ബൈ A എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ Tക്ക് പകരം നമ്മൾ V മൈനസ് U ബൈ A എന്ന് കൊടുക്കുകയാണ്. V മൈനസ് U ഡിവൈഡഡ് ബൈ A. ഓക്കെ, ഞാനിതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തതാണ്. ഹാഫ് ഇൻറ്റു V പ്ലസ് U ഇൻറ്റു
വി മൈനസ് യു ബൈ എ ആണ് അല്ലേ. ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ എ. അതായത് എസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ബൈ എ. ഇനി ഇവിടെ നമുക്ക് 2as, ഈ 2നെയും എനെയും ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 2as ഈക്വൽ ടു യു പ്ലസ് വി ഇൻറ്റു യു മൈനസ് വി എന്ന്, സോറി വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടും അല്ലേ. അതായത് 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. റെഡി ആണല്ലോ. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അതായത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2a ഇൻറ്റു എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷനിലെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നും പറയാം അല്ലേ. ഏതാണെങ്കിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസും ഗ്രാഫ് വെച്ചിട്ട് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രത്യേകിച്ച് കൈനമാറ്റിക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ബുക്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ ലെക്ചർ കേട്ട് എങ്ങനെയാണ് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പഠിച്ചതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് കൺഫ്യൂഷനായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പം നമ്മളെ കയ്യിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇനി ഇതിന് അഡീഷണൽ ആയിട്ടും കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ എവിടെയാണ് പുട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്നതിലൂടെ നമ്മൾ ഏതൊക്കെ ടേംസാണ് നമ്മുടെ കയ്യിലുള്ളത്, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് ഏത് ഇക്വേഷനാണ് വേണ്ടത് എന്ന് കിട്ടും. ഓക്കെ, പിന്നെ അതുമാത്രമല്ല ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബേസിക് മാത്തമാറ്റിക്സ് ആൾജിബ്ര, അതായത് 2 ഇക്വേഷൻസ് കിട്ടിയാൽ, 2 വേരിയബിൾസിലെ 2 ഇക്വേഷൻസ് കിട്ടിയാൽ അവരെങ്ങനെയാണ് നിർദ്ധാരണം ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു പാർട്ട്, മാത്സിൻ്റെ ആ ഒരു പാർട്ട് ക്ലിയർ ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഓക്കെ, എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലേ. എ കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ എ ടൈം ഓഫ് 4 സെക്കൻഡ്. ഫൈൻഡ് ആക്സിലറേഷൻ ആൻഡ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് യു തന്നിട്ടുണ്ട്. യു ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർ ബ്രോട്ട് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഫൈനൽ വെലോസിറ്റി 0 ആണ് അല്ലേ. പിന്നെ ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. ടൈം എത്രയാണ്? ടൈം 4 സെക്കൻഡാണ് തന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷൻ ആണ്. വി യു ടി എ ഇവയെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് അല്ലേ. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ 0 ഈക്വൽ ടു 20 പ്ലസ് എ നമുക്കറിയില്ല ഇൻറ്റു 4 ആണ് അല്ലേ. 4 ആണ്. ഇവിടെ 20 ഈക്വൽ ടു 4a എന്ന് കിട്ടും. എ ഈക്വൽ ടു 20/4 ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്കറിയാം -20 ആണ് അല്ലേ. അതായത് ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം -20 ഈക്വൽ ടു 4 എന്ന് കിട്ടും. എ ഈക്വൽ ടു -20/4 ഈക്വൽ ടു -5 ആണ് കിട്ടുക. ഓക്കെ, കാരണം ഇവിടെ നമുക്കറിയാം ഈ 20 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിനെ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഡീസിലറേഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ആണ് അടുത്തത് അല്ലേ. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് യു എന്ന് പറയുന്നത് 20 ആണ് ഇൻറ്റു 4 മൈനസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 16 അല്ലേ. മൈനസ് കിട്ടാൻ കാരണം -5 ആണ് ഇവിടെ. അപ്പോൾ 20 ഇൻറ്റു 4 ചെയ്താൽ 80 മൈനസ് 2ഉം 16ഉം കട്ട് ചെയ്താൽ 8 കിട്ടും. 8 ഇൻറ്റു 5 40 കിട്ടും അല്ലേ. 80 മൈനസ് 40 ഈക്വൽ ടു 40 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ടു -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുപോലെ
ഡിസ്റ്റൻസ് ഈക്വൽ ടു 40 മീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫോർ 5 സെക്കൻഡ്സ്. അതിൻ്റെ ഫൈനൽ വെലോസിറ്റി കാണാൻ, അതുപോലെ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ u ഈക്വൽ ടു 0 ആണ്. റെഡി. പിന്നെ ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, a ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അതുപോലെ ടിയും തന്നിട്ടുണ്ട്, ടി എന്താണ് 5 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് v കാണാം അല്ലേ, v ഈക്വൽ ടു u പ്ലസ് എ ടി ആണ്. അതായത് 0 പ്ലസ് 1 ഇൻറ്റു 5 അല്ലേ, 1 ഇൻറ്റു 5 ഈക്വൽ ടു 5 മീറ്റർ ആയിരിക്കും. എന്ത് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. അതുപോലെ നമുക്ക് ഡിസ്റ്റൻസും കാണാം അല്ലേ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എന്താണ് യു എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ തന്നിട്ടുള്ളത് 1 ആണ് അല്ലേ, ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു പിന്നെന്താണ് ടി സ്ക്വയർ. ടൈം എത്രയാണ് 5 സെക്കൻഡ്സ് ആണ്, അപ്പോൾ 25 കിട്ടും അല്ലേ. 25 ഈക്വൽ ടു 12.5 എന്ന് കിട്ടും. 25 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 12.5 മീറ്റർ എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. റെഡി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബോഡി ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് എ ആൻഡ് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് വെൻ ഇറ്റ് റീച്ചസ് ബി. ഇഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 15 മീറ്റർ, ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ദി ബോഡി. അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബോഡിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ബോഡിയുടെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് 15 മീറ്റർ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. ഓക്കെ, ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ദി ബോഡി. ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, യു തന്നിട്ടുണ്ട്, യു ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ വി തന്നിട്ടുണ്ട്, വി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ എസ് തന്നിട്ടുണ്ട് അല്ലേ, എസ് 15 മീറ്റർ ആണ്. ഇനി നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്, ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ, അതായത് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു എസ്. വി സ്ക്വയർ എന്ന് പറയുമ്പം 20 ഇൻറ്റു 20, അതായത് 400 ഈക്വൽ ടു യു സ്ക്വയർ എന്ന് പറയുമ്പം 10 ഇൻറ്റു 10 100 പ്ലസ് 2 ഇൻറ്റു എ എന്താണ്, എ നമുക്കറിയില്ല, ഇൻറ്റു എസ് എന്താണ് 15 ആണ് അല്ലേ, 15. ഓക്കെ, അപ്പോൾ 400 മൈനസ് 100 ഈക്വൽ ടു 30 എ എന്ന് കിട്ടും. 300 ഈക്വൽ ടു 30 എ എന്ന് കിട്ടും. എ ഈക്വൽ ടു 300 ബൈ 30 ഈക്വൽ ടു 10 എന്ന് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ ഇത്തരം ലെവൽ 1-ലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നേരെ ഇക്വേഷൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഡ്രൈവർ ഓഫ് ദി കാർ അപ്ലൈസ് ബ്രേക്സ് വെൻ ദ കാർ ഇസ് മൂവിങ് അറ്റ് എ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 50 meter from the wall. Brakes produce a retardation of 5 meter per second square. Find the distance of the car from wall at t equal to 3 second. അതായത് എന്താണ്, ഒരു കാർ ഇങ്ങനെ പോവാണ്, കാറിൻ്റെ മുന്നിലൊരു വാളുണ്ട്, വാളും കാറുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് വാൾ അല്ലേ. ഇനി അയാൾ 20 മീറ്റർ പെർ സെക്കൻഡിലാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യു ഈക്വൽ ടു എന്താണ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, റിട്ടാർഡേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ എന്താണ് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. ഇനി ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ടി ഈക്വൽ ടു 3 സെക്കൻഡ് ആണ്. 3 സെക്കൻഡ് കഴിഞ്ഞാൽ വാളിൽ നിന്നും കാറിൻ്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാർ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല, വാള് കാറുമായിട്ട് ആദ്യം 50 മീറ്ററിലാണ് ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നത്. 3 സെക്കൻഡ്സ് കഴിഞ്ഞാൽ വാളിൽ നിന്നും കാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ കാർ എത്ര മൂവ് ചെയ്യുന്നു നോക്കിയിട്ട് ഇനീഷ്യലായിട്ട് വാളും കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, കാർ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലായിട്ട് കാറും വാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്നത് കാർ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം അല്ലേ. കാർ മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് യു ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്, അതുപോലെ എന്താണ് ആക്സലറേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്ത് നോക്കാം അല്ലേ. യു എന്താണ്? 20 ആണ്. 20 ഇൻറ്റു 3 ടൈം 3 ആണ് അല്ലേ. പ്ലസ് ഹാഫ് ഇൻറ്റു റിട്ടാർഡേഷനാണ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് -5 ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് അല്ലേ. -5 ഇൻറ്റു എന്താണ് ടി സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. 9. ഓക്കെ, അപ്പോൾ നമുക്ക് 20 ഇൻറ്റു 3 ചെയ്താൽ 60 പ്ലസ് -5 ഇൻറ്റു 9. -5 ഇൻറ്റു 9 എന്ന് പറയുന്നത് 45 ആണ്. -45 ആണ്. -45 ബൈ 2 ചെയ്താൽ 22.5 കിട്ടും അല്ലേ. 45 ബൈ 2 ചെയ്താൽ 22.5, അതായത് -22.5, അതായത് 60 മൈനസ് 22.5 ആണ് അല്ലേ. ആൻസർ എത്ര കിട്ടുക? 60 മൈനസ് 22.5 ചെയ്താൽ 37.5 കിട്ടും അല്ലേ. 37.5. ഓക്കെ, അപ്പോൾ 37.5 എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ കാറ് വാളിൻ്റെ അടുത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് പിന്നെ ഈ വാളും കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ ഡിസ്റ്റൻസിൽ നിന്നും ഈ സഞ്ചരിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി അല്ലേ. അതായത് ഇനീഷ്യൽ ഡിസ്റ്റൻസ് എന്തായിരുന്നു? 50 ആയിരുന്നു. 50യിൽ നിന്നും നമുക്ക് ഈ 37.5 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമ്മുടെ കാറും വാളുമായിട്ടുള്ള ഫൈനൽ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. അതെന്താണ്? 50 മൈനസ് 37.5, അതായത് 12.5 മീറ്റർ ആയിരിക്കും അവസാനത്തിൽ കാറും വാളുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഓപ്ഷൻ എ. റെഡി? അപ്പോൾ ഇവിടെ കാറ് സഞ്ചരിച്ചിട്ടുള്ള ദൂരം, ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് 3 സെക്കൻഡോട് കാർ സഞ്ചരിച്ചിട്ടുള്ള ദൂരമാണ് ചോദിക്കുന്നതെങ്കിൽ 37.5 ആണ്. അതേസമയത്ത് കാറും വാളുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? വാള് 12.5 ആണ് അല്ലേ. ഇനി ഇതിൽ തന്നെ ഈ 37.5 ആണ് ഇപ്പോൾ നമുക്ക് കാറ് സഞ്ചരിച്ച ദൂരം കിട്ടിയത് അല്ലേ. ഇനി അത് അതിനേക്കാൾ കൂടുതലാണെങ്കിലോ? ആദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്ന 50 മീറ്ററിനേക്കാൾ കൂടുതലാണ് 3 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചതെങ്കിൽ കാർ എന്ത് ചെയ്യും? വാളിനെ ഹിറ്റ് ചെയ്യും അല്ലേ. വാളിനെ ഹിറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. ആൻ ഓബ്ജക്റ്റ് ഈസ് മൂവിങ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഓഫ് -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഓബ്ജക്റ്റ് ഇൻ 6 സെക്കൻഡ് ഈസ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. u ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ റിട്ടാർഡേഷൻ ആണ്. അതായത് a ഈക്വൽ ടു -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. s ഈക്വൽ ടു, അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് റിട്ടാർഡേഷൻ ആണെങ്കിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിൾ, കാറാണെങ്കിൽ കാറ്, അതെന്ത് ചെയ്യും? ഒരു സമയത്തിന് ശേഷം അതിൻ്റെ വെലോസിറ്റി 0 ആവും അല്ലേ. 0 ആ വെലോസിറ്റി ഉള്ള ആ പോയിന്റിലായിരിക്കും സ്ട്രേറ്റ് ലൈൻ മോഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബോഡി. പിന്നീട് വീണ്ടും അതിൽ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അത് ഒപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്ക് അത് സഞ്ചരിക്കാൻ തുടങ്ങും. ഇത് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ നമ്മുടെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ബോഡി അതിൻ്റെ സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വെലോസിറ്റി 0 ആയി കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറഞ്ഞ് വരികയായിരിക്കും ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം,
ഈ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം 0 എന്ന് പറയുന്ന വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്തേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ട് പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണല്ലോ ആ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കൂടി കണ്ട് രണ്ടിൻ്റെയും സം എടുത്താലാണ് എന്ത് ചെയ്യുക, നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുക. അപ്പോൾ ഇവിടെ റിട്ടാർഡേഷൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്, 6 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ബോഡിയുടെ യാത്രയിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ ബോഡിയുടെ വെലോസിറ്റി 0 ആവുന്നത് എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഓക്കെ, അത് ചെക്ക് ചെയ്തിട്ട് അത് 6 സെക്കൻഡിൻ്റെ മുൻപാണോ ശേഷമാണോ എന്ന് നോക്കണം. ശേഷമാണെങ്കിൽ നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും സ്ട്രേറ്റ് ലൈനിലായതുകൊണ്ട്. അതേസമയത്ത് 6 സെക്കൻഡിൻ്റെ മുൻപാണ് വെലോസിറ്റി 0 ആവുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വെലോസിറ്റി 0 ആയതിന് ശേഷം പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, ഇതിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നൊരു ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ അവിടെ ഉള്ളത് കൊണ്ട്, കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ബോഡിയിൽ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബോഡി മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 6 സെക്കൻഡിൻ്റെ മുൻപാണ് എങ്കിൽ ഇതിനെ 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യനെ. ആ സമയം ഏതാണെന്ന് നോക്കിയിട്ട് ആ സമയം വരെയുള്ള ബോഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം, അതിൻ്റെ ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും കാണാം, എന്നിട്ട് സം ചെയ്യാം. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആ രീതിയിൽ ചെയ്ത് നോക്കാം. അതായത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, 6 സെക്കൻഡിൻ്റെ മുൻപാണോ ശേഷമാണോ ബോഡിയുടെ ബോഡിയുടെ വെലോസിറ്റി 0 ആകുന്നത് എന്ന് നോക്കാം അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് v 0 ആകുന്ന സമയമാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പം v ഈക്വൽ ടു 0, v ഈക്വൽ ടു യു പ്ലസ് എ ടി. ഈ ഇക്വേഷനിൽ v 0 കൊടുക്കുകയാണെങ്കിൽ u നമ്മളെ കയ്യിലുണ്ട് 10 ആണ് അല്ലേ. 10 പ്ലസ് എ എന്താണ്, -2 ആണ്. -2 ഇൻറ്റു ടി അല്ലേ. അതായത് 0 ഈക്വൽ ടു 10 മൈനസ് 2t, അല്ലെങ്കിൽ 10 ഈക്വൽ ടു 2t, t ഈക്വൽ ടു 10/2 ഈക്വൽ ടു 5 ആണ്. അതായത് 5 സെക്കൻഡിലാണ്, 5 സെക്കൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5th സെക്കൻഡിലാണ് അതിൻ്റെ വെലോസിറ്റി 0 ആവുന്നത്. അപ്പോൾ 6 സെക്കൻഡ്സ് എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണല്ലോ 6 സെക്കൻഡ് വരുന്നത്. അപ്പോൾ ആദ്യം ബോഡി മൂവ് ചെയ്ത് 5 സെക്കൻഡ്സ് മൂവ് ചെയ്ത് 5 സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആയി. പിന്നീടുള്ള 1 സെക്കൻഡ് അതെന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിതിനെ 2 ഘട്ടമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം 5 സെക്കൻഡിൽ അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് നോക്കുക, രണ്ടാമത്തത് 6th സെക്കൻഡിൽ എന്താണെന്ന് നോക്കുക. ഓക്കെ, ഞാനിവിടെ ചെറിയൊരു ഡയഗ്രാം വരക്കാം. അതായത് ബോഡി എ എന്ന പൊസിഷനിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അതിൻ്റെ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു. അങ്ങനെ ബോഡി ഇങ്ങനെ മൂവ് ചെയ്തു. 5 സെക്കൻഡ് എത്തിയപ്പോൾ എന്ത് ചെയ്തു, ബോഡിൻ്റെ വെലോസിറ്റി 0 ആയി മാറി 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ബോഡിൻ്റെ വെലോസിറ്റി 0 ആയി. അപ്പോഴും അതിന് ആക്സിലറേഷൻ ഉണ്ട് അല്ലേ, -2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിന് ആക്സിലറേഷൻ അപ്പോഴും ഉണ്ട്. അപ്പോൾ അടുത്ത ഒരു സെക്കൻഡിൽ 6th സെക്കൻഡിൽ ബോഡി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറച്ച് സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഡയറക്ഷനിൽ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ അതിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി നോക്കി. അതുപോലെ രണ്ടാമത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്ന് നോക്കി. അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. നമ്മളോട് ടോട്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം 5 സെക്കൻഡ്സിൽ ഇതിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് നോക്കുകയാണ്. ഓക്കെ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, യു എന്താണ് 10 ആണ്, ഇൻറ്റു 5 നമ്മൾ ചെയ്തു, പ്ലസ് ഹാഫ് ഇൻറ്റു -2 ഇൻറ്റു നമ്മൾ 25 ചെയ്തു അല്ലേ, അതായത് ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് 50 2 കട്ടായിപ്പോയി, -25 കിട്ടി. 50 - 25 ഈക്വൽ ടു 25 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തിൽ ബോഡി 5 സെക്കൻഡ്സിൽ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, 25 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിന്നെ ബോഡി സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ബോഡിൻ്റെ യു എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലേ. അതായത് ആദ്യത്തെ ജേണിയിലെ
പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ജേണിയിൽ വി ആണ് ഇവിടുത്തെ യു ആയിട്ട് വരുന്നത്. അപ്പോൾ യു 0 ആണ്. പിന്നെ ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താണ്? 2 m/s² ആണ് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? ടൈം 1 ആണ്. കാരണം 5 സെക്കൻഡ്സിന് ശേഷം പിന്നെ 1 സെക്കൻഡേ സഞ്ചരിച്ചിട്ടുള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളത് 6 സെക്കൻഡ് എന്നാണ് അല്ലേ. അപ്പോൾ t = 1 ആണ്. അപ്പോൾ അവിടെ നമ്മൾ എസ് ചെയ്താൽ എസ് = ut + ½ at². അതായത് ടി 1 ആണ്, യു എന്താണ്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ടേം കട്ടായി പോകും, യു 0 ആയതുകൊണ്ട്. ½ × a 2 ആണ് × 1² = 1 എന്ന് കിട്ടും. 2 കട്ടായി പോയാൽ 1 മീറ്റർ എന്ന് കിട്ടും അല്ലേ. അപ്പം അതാണ് രണ്ടാമത്തെ ഫേസിൽ ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടുക? ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? ആദ്യത്തെ ഫേസിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ പ്ലസ് രണ്ടാമത്തേതിലുള്ള 1 മീറ്റർ = 26 മീറ്റർ എന്ന് കിട്ടും അല്ലേ. ഇതായിരിക്കും ബോഡിയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ്, അതായത് റിട്ടാർഡേഷൻ ആണ്, നമുക്ക് തന്നിരിക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ അതിന് വെലോസിറ്റി 0 ആവുന്നുണ്ട് എങ്കിൽ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 2 ഫേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായിരിക്കും നല്ലത്. അതായത് 0 ആവുന്നത് വരെ, വെലോസിറ്റി 0 ആവുന്നത് വരെ അതിൻ്റെ ഡിസ്റ്റൻസ് എന്താ നോക്കുക, അതിന് ശേഷമുള്ള ഡിസ്റ്റൻസ് നോക്കുക, രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് നേരെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. റെഡി? ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മോഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതായത് ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോൺസ്റ്റൻ്റ് ആക്സലറേഷനുള്ള ഒരു പ്രത്യേക എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഏരിയ അല്ലേ. ഫ്രീ ഫാൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഗ്രാവിറ്റീൻ്റെ അണ്ടറിൽ ഉള്ള മോഷൻസ്, നമ്മൾ ബോഡീസ് ത്രോ ചെയ്യുമ്പോൾ ഉള്ളത്, മുകളിലോട്ട് എറിയുമ്പോൾ ഉള്ളത്, അതല്ലെങ്കിൽ താഴോട്ട് ഇടുമ്പോൾ ഉള്ളത് അല്ലേ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ടൈം ഓഫ് അസെൻഡ് ആൻഡ് ഡിസെൻഡ് ആണ്. അതായത് നമ്മളൊരു ബോഡിയെ മുകളിലോട്ട് എറിയുകയാണെങ്കിൽ ആ ബോഡി എത്ര ടൈം എടുത്തിട്ടാണ് പോയിട്ട് മുകളിൽ പോയി നിൽക്കുക, അതുപോലെ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് മോഷൻ എന്താണ്, ബോഡിനെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് മോഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ആദ്യം നമുക്ക് ടൈം ഓഫ് അസെൻഡ് നോക്കാം. നമ്മളൊരു ബോഡിയെ താഴെ നിന്നും അണ്ടർ ഗ്രാവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് ത്രോ ചെയ്യാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നമുക്ക് മുകളിലോട്ടുള്ള ഡയറക്ഷനെ പോസിറ്റീവായിട്ടും അപ്പ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടും, അതുപോലെ താഴേക്കുള്ളതിനെ ഡൗൺ ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ബോഡിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് മുകളിലേക്കാണ് ഉണ്ടാവുക, അതുകൊണ്ട് ഞാനിവിടെ +u എന്നെടുത്തു അല്ലേ. ഇനി വി എന്താണ്, ബോഡി നമ്മൾ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് അതിൻ്റെ വെലോസിറ്റി 0 ആവും അല്ലേ. അപ്പം വി വിൽ ബി 0, v = 0. ഇനി ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്, ജി താഴോട്ടാണുള്ളത് അല്ലേ. അപ്പോൾ a = -g ആണ്, a = -g ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ കൊടുത്താൽ, ഫസ്റ്റ് ഇക്വേഷൻ അതായത് v = u + at എന്നുള്ള ഇക്വേഷൻ കൊടുത്താൽ v 0 ആണ്, u + u ആണ്, a എന്ന് പറയുന്നത് -g ആണ് × t എന്ന് കിട്ടും. ഇവിടുന്ന് u = gt എന്ന് കിട്ടും, t = u/g എന്ന് കിട്ടും. അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള, അതായത് മുകളിൽ പോയി വെലോസിറ്റി 0 ആവാനുള്ള ടൈം ഓഫ് അസെൻഡ് എന്ന് പറയുന്നത് t = u/g ആയിരിക്കും. അത് ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വെലോസിറ്റിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. g എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് ടൈം ഓഫ് അസെൻഡ് കൂടും അല്ലേ, മാക്സിമം ടൈം എടുക്കും. ഓക്കെ. ഇനി അതുപോലെ ടൈം ഓഫ് ഡിസെൻഡും കാണാം. ഇനി നമുക്ക് ടൈം ഓഫ് ഡിസെൻഡ് നോക്കാം. ടൈം ഓഫ് ഡിസെൻഡ് അതായത് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ ബോഡി താഴേക്ക് വരികയാണ് അല്ലേ. താഴേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ടോപ്പിലുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് u = 0 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. അതുപോലെ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ
പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനെ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നേരത്തെ യു എന്ന് പറയുന്ന വെലോസിറ്റിയിലായിരുന്നു നമ്മൾ മുകളിലേക്ക് എറിഞ്ഞത്. ആ വെലോസിറ്റിയിലായിരിക്കും അത് എന്ത് ചെയ്യുക, തിരിച്ച് താഴോട്ട് വരിക അല്ലേ. ഇവിടെ എന്തായിരിക്കും, മൈനസ് യു ആയിരിക്കും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് യു ആയിരിക്കും വെലോസിറ്റി. ഇനി ഇവിടെയുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്, അത് ജി ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ വി എന്താണ് ഇവിടെ മൈനസ് യു ആണ്, യു എന്താണ് 0 ആണ്, മൈനസ് ജി ടി എന്ന് കിട്ടും, യു ഈക്വൽ ടു ജി ടി എന്ന് കിട്ടും, ടി ഈക്വൽ ടു യു ബൈ ജി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ടൈം ഓഫ് അസെൻറ്റും അതുപോലെ ടൈം ഓഫ് ഡിസെൻറ്റും എന്താണ്, സെയിം ആണ്. അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇനീഷ്യൽ വെലോസിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒരു ബോഡി നമ്മൾ മുകളിലോട്ട് എറിയുകയാണെങ്കിൽ അത് മുകളിലോട്ട് എത്തിച്ചേരുന്ന വെലോസിറ്റി 0 ആവുന്നത് വരെയുള്ള അതിൻ്റെ ടൈമും, അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ എറിഞ്ഞ അതേ സ്ഥലത്തേക്ക് എത്തുന്നത്, ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, യു ബൈ ജി ആയിരിക്കും അത് അല്ലേ. ഇനി നമ്മൾ രണ്ടിനെയും കൂടി എന്താണ് ആഡ് ചെയ്താൽ, അതായത് മുകളിലേക്ക് പോകാനുള്ള സമയം താഴോട്ട് വരാനുള്ള സമയം ടി പ്ലസ് ടി അല്ലേ, അത് നമുക്ക് ക്യാപിറ്റൽ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതായത് ക്യാപിറ്റൽ ടി ഈക്വൽ ടു ടൈം ഓഫ് അസെൻറ്റ് പ്ലസ് ടൈം ഓഫ് ഡിസെൻറ്റ് അല്ലേ. താഴോട്ട് വരാനുള്ള സമയവും മുകളിലോട്ട് പോകാനുള്ള സമയം രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, യു ബൈ ജി പ്ലസ് യു ബൈ ജി വിൽ ബി 2 യു ബൈ ജി അല്ലേ. ഇതാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, ടി ഈക്വൽ ടു 2 യു ബൈ ജി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇനി മാക്സിമം ഹെയ്റ്റ് എത്ര ആയിരിക്കും ആ ബോഡി പോയിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ബോഡിനെ ത്രോ ചെയ്യുകയാണെങ്കിൽ, മുകളിലോട്ട് ത്രോ ചെയ്യുകയാണെങ്കിൽ ആ ബോഡി മാക്സിമം എത്ര ഹൈറ്റ് സഞ്ചരിച്ചിട്ടുണ്ടാവും, എച്ച് എത്ര ആയിരിക്കും അല്ലേ. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം നമ്മളെ കയ്യിൽ ഇക്വേഷൻ 3 വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഫൈനൽ വെലോസിറ്റിയും ഇനീഷ്യൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇവിടെ നമുക്ക് ബോഡിയെ ത്രോ ചെയ്തപ്പോൾ യു ഈക്വൽ ടു എന്താണ്, പ്ലസ് യു ആണ് അല്ലേ. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് യു ആണ്, മുകളിലേക്ക് ആയതുകൊണ്ട്. ഹൈറ്റ് എന്താണ്, ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ് അല്ലേ. ഹൈറ്റ് അല്ലെങ്കിൽ എസ് ഈക്വൽ ടു എച്ച് ആണ്. ഇനി ജി എന്ന് പറയുന്നത് മൈനസ് ആണ് അല്ലേ, എ മൈനസ് ജി ആണ്. എ എന്ന് പറയുന്ന ആക്സലറേഷൻ ഈക്വൽ ടു മൈനസ് ജി ആണ്. വെലോസിറ്റി എന്താണ്, ഫൈനൽ വെലോസിറ്റി എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ഇക്വേഷനിൽ കൊടുത്താൽ ഫൈനൽ വെലോസിറ്റി 0 വിൽ ബി ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി ഇൻറ്റു എച്ച് അല്ലേ. അതായത് യു സ്ക്വയർ ഈക്വൽ ടു 2 ജി ഇൻറ്റു എച്ച് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എച്ച് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g എന്ന് കിട്ടും. ഓക്കെ, മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷനാണിത്. മാക്സിമം ഹൈറ്റ് കാണാൻ എച്ച് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ടൈം ഓഫ് അസെൻറ്റ് യു ബൈ ജി, 2 ടൈം ഓഫ് ഡിസെൻറ്റ് യു ബൈ ജി, മൂന്നാമത്തേത് മാക്സിമം ഹൈറ്റ് കാണാൻ യു സ്ക്വയർ ബൈ 2g. റെഡി? ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലെയർ ത്രോസ് എ ബോൾ അപ്വേർഡ്സ് വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് മാക്സിമം ഹൈറ്റ് ഡസ് ദി ബോൾ റൈസ് ആൻഡ് ആഫ്റ്റർ ഹൗ ലോങ് ഡസ് ദി ബോൾ റിട്ടേൺ ടു ദി പ്ലെയേഴ്സ് ഹാൻഡ്സ്. അതായത് മുകളിലേക്കൊരു ബോൾ എറിയാണ് അല്ലേ. അവിടെ യു നമുക്ക് തന്നിട്ടുള്ളത് ബോൾ മുകളിലേക്ക് എറിയുന്ന സിറ്റുവേഷനാണ്. യു ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് മാക്സിമം ഹൈറ്റ് ഡസ് ദി ബോൾ റൈസ്, മാക്സിമം ഹൈറ്റ് എച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ആഫ്റ്റർ ഹൗ ലോങ് ഡസ് ദി ബോൾ റിട്ടേൺസ് ടു ദി പ്ലെയേഴ്സ് ഹാൻഡ്സ്, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റും ചോദിച്ചിട്ടുണ്ട്. എച്ച് എത്രയാണ്, ടി എത്രയാണ്. എച്ച് കാണാൻ നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g ആണ് അല്ലേ. യു സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 20 ഇൻറ്റു 20 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 10 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 400 ഡിവൈഡ് ബൈ 20 കിട്ടും, ഈക്വൽ ടു 20 എന്ന് കിട്ടും, 20 മീറ്റർ എന്ന് കിട്ടും അല്ലേ. ഇതായിരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്
ഹൗ ലോങ് ഡസ് ദ ബോൾ റിട്ടേൺ എന്നാണ്. അതായത് ടി ഈക്വൽ ടു നമുക്കറിയാം മുകളിലേക്ക് മാത്രം പോകാനുള്ളതാണെങ്കിൽ യു ബൈ ജി ആണ്, താഴോട്ട് വരാനുള്ളതും യു ബൈ ജി ആണ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കയ്യിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ മുകളിൽ പോയിട്ട് താഴേക്ക് വരണം അല്ലേ. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈക്വൽ ടു 2 u ബൈ ജി ആണ്. 2 × 20 ഡിവൈഡഡ് ബൈ 10 അല്ലേ. ചെയ്താൽ നമുക്ക് 4 കിട്ടും. 20/10 2 × 2 4 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 20 മീറ്ററും അതുപോലെ 4 സെക്കൻഡുമായിരിക്കും റെസ്പെക്റ്റീവ്ലി എന്ത് ഹൈറ്റും അതുപോലെ തന്നെ ടൈമും. 20 മീറ്റർ ആൻഡ് 4 സെക്കൻഡ്. എ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. റെഡി? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. എ ബോൾ ഈസ് പ്രോജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി ഓഫ് 40 മീറ്റർ/സെക്കൻഡ്. ഫൈൻഡ് ദി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്. ഒന്ന് നമ്മളോട് മാക്സിമം ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളോട് ഹൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 2 സെക്കൻഡ്, 2 സെക്കൻഡിൻ്റെ ശേഷമുള്ള ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദി എൻഡ് ഓഫ് 3 സെക്കൻഡ്, 3 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം അല്ലേ. മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഫൈൻഡ് ദി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഹൈറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? u²/2g ചെയ്താൽ മതി. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, u²/2g. u² എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് u തന്നിട്ടുള്ളത് എന്താണ്? u നമുക്ക് തന്നിട്ടുള്ളത് 40 ആണ്. അപ്പോൾ 40 × 40 ഡിവൈഡഡ് ബൈ 2 × 10 അല്ലേ. 10ഉം 40ഉം കട്ട് ചെയ്താൽ 4 കിട്ടും, 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 കിട്ടും. 40 × 2 ചെയ്താൽ 80 മീറ്റർ എന്ന് കിട്ടും. അതായിരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി രണ്ടാമത്തത് ഫൈൻഡ് ദ ഹൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 2 സെക്കൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. s = ut + ½ at² എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ നമ്മൾ ടിക്ക് പകരം ടി എന്ത് ചെയ്താൽ മതി? 2 സെക്കൻഡ് എന്ന് കൊടുത്താൽ മതി. 2 സെക്കൻഡിലല്ലേ ചോദിച്ചിട്ടുള്ളത്, 2 സെക്കൻഡ് കൊടുത്താൽ മതി ടിക്ക്. ഓക്കെ, അപ്പം u 40 ആണ് × 2 പ്ലസ് ½ × a എത്രയാണ്? -g ആണ്, -10 ആണ് × 4 ആണ് t² എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 80 - 2ഉം 4ഉം കട്ടായി 2 കിട്ടി, -20 അല്ലേ. 80 - 20 = 60 മീറ്റർ എന്ന് കിട്ടും. 60 മീറ്റർ ആയിരിക്കും 2 സെക്കൻഡ് കഴിഞ്ഞാലുള്ള അതിൻ്റെ എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദി എൻഡ് ഓഫ് 3 സെക്കൻഡ് ആണ്. വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. v = u + at അല്ലേ. ഇവിടെ നമ്മൾ ടിക്ക് 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. t = 3 സെക്കൻഡ് എന്ന് കൊടുത്താൽ മതി. u നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്താണ്? v = u എന്താണ്? 40 ആണ് അല്ലേ. 40 പ്ലസ് a എന്താണ്? -10 ആണ് ഇൻറ്റു എത്രയാണ്? t 3 ആണ്. അപ്പോൾ v = 40 - 30 എന്ന് കിട്ടും, = 10 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇതായിരിക്കും 3 സെക്കൻഡ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മളോട് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണോ ചോദിക്കണമെങ്കിൽ 40 + -10 × 2 ആയിരിക്കും അല്ലേ. അപ്പോൾ 40 - 20 = 20 ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 1 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ 30 ആയിരിക്കും. അതായത് 40 മീറ്റർ/സെക്കൻഡിലുള്ള ഒരു ഓബ്ജക്റ്റ് മുകളിലേക്ക് പോകും തോറും 1 സെക്കൻഡ് അനുസരിച്ച് -10 മീറ്റർ/സെക്കൻഡ്² ആണല്ലോ അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 30 മീറ്റർ/സെക്കൻഡ് ആകും. വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞാൽ 20 മീറ്റർ/സെക്കൻഡ് ആകും. വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞാൽ 10 മീറ്റർ/സെക്കൻഡ് ആകും. ദെൻ 0 ആകും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇതേപോലെ വരും അല്ലേ. ഇതായിരിക്കും എന്ത് അതിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതായത് എ ബോഡി ഫാളിംഗ് ഫ്രം റെസ്റ്റ് കവേഴ്സ് 45 മീറ്റർ ഇൻ ദി ലാസ്റ്റ് സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം ഓഫ് ഫാൾ ആൻഡ് ദി ഹൈറ്റ് ഫ്രം വിച്ച് ഇറ്റ് ഫെൽ. അതായത് ഒരു ബോഡി താഴോട്ട് വരികയാണ്. അപ്പോൾ അത് ലാസ്റ്റ് സെക്കൻഡിൽ അല്ലേ, ലാസ്റ്റ് സെക്കൻഡിൽ 45 മീറ്റർ ഫാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് ഫാൾ ആൻഡ് ഹൈറ്റ് ഓഫ് ഫാൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൈറ്റ് ഫ്രം വിച്ച് ഇറ്റ് ഫെൽ. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ ടൈമാണുള്ളത്. അപ്പോൾ നമുക്ക് ടൈം കാണാം അല്ലേ. ടൈം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്കറിയാം
ഈ അവസാനത്തെ സമയം, അവസാനത്തെ സെക്കൻഡ് എന്ന് പറയുന്നത്, ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ സെക്കൻഡ്സ് മൈനസ് അവസാനത്തതിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ്സ് അതായിരിക്കും അല്ലേ. അപ്പം ഈ ഒരു 45 നമുക്ക്, അതായത് ടോട്ടലായിട്ടുള്ള ടൈം എത്ര സെക്കൻഡ്സ് ആണോ അതിൽ ആ ബോഡി സഞ്ചരിച്ചിട്ടുള്ള ദൂരം മൈനസ് അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡ് വരെ നമ്മൾ ആ ബോഡി സഞ്ചരിച്ച ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും. ആ രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അതായത് ഞാനിവിടെ ടോട്ടലായിട്ട് ആ ബോഡി സഞ്ചരിച്ചിട്ടുള്ള ടൈം ടി ആയിട്ട് എടുത്താൽ ഹാഫ് ഇൻറ്റു GT² ആയിരിക്കും. അതെന്ത് ചെയ്യുക? അത് ടോട്ടലായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. U 0 ആയതുകൊണ്ട് UT എന്നുള്ള ടേം കട്ട് ചെയ്തു പോകും. പിന്നെ S = UT + ½ AT² എന്നുള്ളതിൽ UT എന്നുള്ള ടേം പോയി, പിന്നെ ½ GT² മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ½ GT² ആയിരിക്കും T എന്നുള്ള സമയത്തിൽ അത് സഞ്ചരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ട് മുമ്പ്, ലാസ്റ്റ് സെക്കൻഡിൻ്റെ തൊട്ട് മുമ്പത്തെ സെക്കൻഡ് വരെ ബോഡി സഞ്ചരിച്ചിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ½ ഇൻറ്റു G ഇൻറ്റു T-1² ആയിരിക്കും അല്ലേ. T-1². അതായത് ഒന്ന് 7 ആണെങ്കിൽ മറ്റേത് 6 ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് 8 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡ് വരെ സഞ്ചരിച്ചത് 7 ആയിരിക്കും, ഒന്ന് 9 ആണെങ്കിൽ മറ്റേത് 8 ആയിരിക്കും. ആ രൂപത്തിൽ T-1² ആയിരിക്കും ഇവിടെ വരെ. ഞാനിപ്പോൾ ഇത് A, അതുപോലെ ഇത് B, ഇത് C ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ AC മൈനസ് AB ആണ് എന്ത്? BC എന്ന് പറയുന്നത്. അപ്പോൾ BC ആണ് നമുക്ക് തന്നിട്ടുള്ള 45 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ½ GT² നിന്നും ½ ഇൻറ്റു G ഇൻറ്റു T-1² ചെയ്താൽ 45 കിട്ടും. ആ രൂപത്തിൽ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അതായത് 45 = ½ GT² മൈനസ് ½ ഇൻറ്റു G ഇൻറ്റു T-1² ഓക്കെ. ½ GT² മൈനസ് ½ ഇൻറ്റു G ഇൻറ്റു ഈ T-1² നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ T² മൈനസ് 2T + 1 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇതിൽ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 45 = ½ GT² മൈനസ് ½ G ഇൻറ്റു T² ചെയ്താൽ ½ GT² അല്ലേ. ½ GT². പിന്നെന്താണ്? മൈനസ് ½ G ഇൻറ്റു മൈനസ് 2T. മൈനസ് ½ G ഇൻറ്റു മൈനസ് 2T ചെയ്താൽ 2 കട്ടായി പോവും, GT എന്ന് കിട്ടും അല്ലേ. പ്ലസ് GT എന്ന് കിട്ടും. റെഡിയാണല്ലോ, പ്ലസ് GT. ഇനി മൈനസ് ½ G ഇൻറ്റു 1 ചെയ്താൽ മൈനസ് G/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 45 = ഇവിടെ ½ GT² ½ GT² കട്ടായി പോവും, GT മൈനസ് G/2 എന്ന് കിട്ടും അല്ലേ. അതായത് 45 = G ഇൻറ്റു T-1/2 എന്ന് കിട്ടും. 45 = G ഇൻറ്റു T-1/2. അതായത് G എന്ന് പറയുന്നത് 10 ആണല്ലേ. അപ്പോൾ 45 = 10 ഇൻറ്റു T-1/2, അല്ലെങ്കിൽ 45 / 10 ചെയ്താൽ 4.5 = T-1/2. T = 4.5 + 1/2 = 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ T എന്താണ്? 5 സെക്കൻഡ്സ് ആയിരിക്കും T എന്ന് പറയുന്നത്. റെഡി, 5 സെക്കൻഡ്സ്. ഓക്കെ, ഫ്രീ ഫാളുമായി ബന്ധപ്പെട്ട മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ഈ ടൈം ഓഫ് അസെൻഡ്, ടൈം ഓഫ് ഡിസെൻഡ്, അതുപോലെ ഡയറക്ഷൻസ് മുകളിലേക്ക് പോസിറ്റീവായിട്ട് എടുക്കുക, താഴേക്ക് നെഗറ്റീവായിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ എസ്, നമ്മളെപ്പോഴും എസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും നമുക്ക് തരുന്നത്, ഡിസ്റ്റൻസ് ആയിരിക്കില്ല എന്നുള്ളതും നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.